അപ്പൊ ഇന്ന് നമ്മൾ അളവ് ചുരിദാർ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ചുരിദാർ കട്ട് ചെയ്യണേന്ന് നോക്കാട്ടോ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ തുണി 4 ഫോൾഡ് ആയിട്ട് മടക്കിയിടുക. ലൈനിങ് ആണ് കേട്ടോ ഇത്. അപ്പൊ ഇങ്ങനെ മടക്കിയിട്ടതിന് ശേഷം നമ്മൾ ഇങ്ങനെ അളവ് ചുരിദാർ എടുക്കുക. അതും നമ്മൾ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയെടുക്കുക. അളവ് ചുരിദാറിന്റെ നല്ല വശമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പൊ എന്നിട്ട് നമ്മൾ ഇങ്ങനെ അതിന്റെ അറ്റവും മൂലവും എല്ലാ സ്റ്റിച്ചിങ്ങും കറക്റ്റ് ആയിട്ട് വന്ന രീതിയിൽ വേണം നമ്മൾ ആ ചുരിദാർ സെറ്റ് ചെയ്ത് ഈ ലൈനിങ്ങിന്റെ മുകളിലോട്ട് വെക്കാൻ. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു എല്ലാ ഭാഗങ്ങളും കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. നമ്മൾ ഇങ്ങനെ എല്ലാം കറക്റ്റ് നമ്മൾ ഇതൊന്ന് അയൺ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അളവ് ചുരിദാർ എത്ര പഴയതാണെങ്കിലും ഒന്ന് അയൺ ചെയ്തിട്ട് നമ്മൾ അതിന്റെ പുറത്തേക്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് അളവിൽ വരച്ചെടുക്കാൻ പറ്റും. ശേഷം ലൈനിങ്ങിന്റെ മുകളിലായിട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുക. ഞാൻ ആദ്യം വൈറ്റ് വെച്ചിട്ടാണ് കേട്ടോ വരച്ചത്. അത് നിങ്ങൾക്ക് ക്ലിയർ ആവാത്തതുകൊണ്ട് ഞാൻ ഒരു ബ്ലൂ ചോക്ക് എടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അറിയില്ല ഈ വീഡിയോയിൽ എത്രത്തോളം ഇതിങ്ങനെ വരയ്ക്കണം ക്ലിയർ ആവുന്നു. കുറച്ച് ലോങ് ഡിസ്റ്റൻസിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അതിന് നമ്മൾ അങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ കൊടുത്തതിന് ശേഷം നമ്മൾ താഴെ ഒരു സെക്കൻഡ് ലൈനും കൂടി കൊടുക്കുക. തയ്യൽ തുമ്പാണ് കേട്ടോ അത്. അതിനുശേഷം നമ്മൾ അളവിന് എടുത്തു വെച്ചിട്ടുള്ള ഈ ചുരിദാർ എല്ലാ ഭാഗങ്ങളും കറക്റ്റ് ചെയ്ത് തന്നെ നമ്മൾ ഇത് ഇങ്ങനെ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ സെക്കൻഡ് ലൈൻ ഒരെണ്ണം വരച്ചിട്ടില്ലേ, അവിടെ ഇതിന്റെ ഇത് വരണ ആ ഷോൾഡർ വരണ രീതിയിൽ വേണം നമ്മൾ ഇതിങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട്. ആദ്യം നമ്മൾ ഷോൾഡർ ആണ് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മളിങ്ങനെ നല്ല വശം എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതിൽ തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് വേണം നമ്മളിത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അതായത് നമ്മുടെ ആം ഹോളിന്റെ വശത്തേക്ക് ഒരു 1/2 ഇഞ്ചും അതുപോലെ നെക്കിന്റെ വശത്തേക്ക് ഒരു 1/4 ഇഞ്ചും കൂട്ടിയിട്ട് വേണം നമ്മൾ അവിടെ മാർക്ക് ചെയ്യാൻ. കണ്ടില്ല, ശരിക്കും നമ്മുടെ ഷോൾഡറിന്റെ അത്രയും തന്നെ എടുക്കാതെ ഇച്ചിരി കൂടുതൽ നമ്മൾ അവിടെ മാർക്ക് ചെയ്യണം. ഞാനിപ്പോ വരയ്ക്കുന്ന കാണാം, നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു അപ്പുറത്തും ഇപ്പുറത്തും ഞാൻ രണ്ടാമത് വേറെ 2 കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? എങ്കിൽ മാത്രം നമ്മൾ തയ്ച്ചു വരുമ്പോൾ ഈ ഷോൾഡറിന്റെ ഒപ്പം ആവുള്ളൂ. ബാക്കി ഇതെല്ലാം ഇതിനനുസരിച്ച് നമ്മൾ ഒരു 1/4 ഇഞ്ചും കൂടി കൂട്ടി ട്രേസ് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഈ നമ്മൾ അളവ് വെച്ച് ചുരിദാറിനെക്കാട്ടിലും ഒരു 1/4 ഇഞ്ചും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. പിന്നെ നമ്മൾ ട്രേസ് ചെയ്തെടുത്തിട്ടുള്ള അവിടെ നമ്മൾ ആം ഹോളിനുള്ള ആ ഒരു സ്ക്വയർ ഇങ്ങനെ വരച്ചെടുക്കണം കേട്ടോ. നമ്മൾ ആ സ്ക്വയർ വരച്ചിട്ട് ആ കർവ് വരച്ചെടുത്താൽ നല്ല ഷേപ്പിൽ തന്നെ ഇരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ആ മാർക്ക് ചെയ്ത പോർഷൻ ഉണ്ടല്ലോ, സ്കെയിൽ വെച്ച് ഒന്ന് നന്നായിട്ട് വരച്ചെടുക്കുക. അത് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ വരച്ചെടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ടക്കൊന്നും ഇടേണ്ടി വരില്ല, നല്ല ഷേപ്പിൽ തന്നെ ഇരിക്കും. പിന്നെ തയ്യൽ തുമ്പ് കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ കൊടുക്കുക. എനിക്ക് സ്ലീവിനാണെങ്കിലും ബോഡിയുടെ അവിടെ ആണെങ്കിലും നമുക്ക് ഷോൾഡർ അങ്ങനെയുള്ള ഭാഗത്തൊക്കെ നമ്മൾ 1/4 ഇഞ്ച് 1/2 ഇഞ്ച് നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം. അതിനുശേഷം നമ്മളിതേ നമ്മുടെ ആം ഹോളിന്റെ കർവ് വരച്ചെടുക്കലുണ്ട്. പിന്നെ ചുരിദാറിന്റെ ലെങ്ത്തും കൂടെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിന്റെ സ്ലിറ്റ് പോർഷൻ ഇങ്ങനെ വരച്ചെടുക്കും. നമ്മൾ ആ സ്ലിറ്റിട്ട് അവിടെ കൊണ്ട് നമ്മൾ ആദ്യം ഷേപ്പ് വരച്ച് നിർത്തിയിട്ടുണ്ടല്ലോ, പിന്നെ അവിടുന്ന് താഴത്തേക്ക് വരച്ചെടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള തയ്യൽ തുമ്പും ഇട്ടിട്ട് അത് ക്ലോസ് ചെയ്യുക. അപ്പൊ ഇതിൽ ഞാൻ നെക്ക് കട്ട് ചെയ്യുന്നത് കാണിച്ചിട്ടില്ല. നെക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്ത് എടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഈ ബാക്ക് പീസിൽ ഞാൻ ക്യാൻവാസ് വെക്കാതെയാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പൊ ഫ്രണ്ട് പീസിൽ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട് തന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്യും. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഞാൻ നാളെ കാണിക്കാം കേട്ടോ.